അപ്പോൾ ഇന്നാണ് നമ്മുടെ നന്മയിലെ ഇഫ്താർ വിരുന്ന് ഇഫ്താർ പ്രോഗ്രാം നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നിക്കൂസ് ഇന്ന് ഇഫ്താറിന് വേണ്ട നോമ്പെടുത്തിട്ടാണുള്ളത്. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് മൈലാഞ്ചിയൊക്കെ ഇട്ട് കളിക്കുക. രാവിലെ 4 മണിക്ക് എണീച്ച് ഭക്ഷണം കഴിച്ചതാണ്. അതിന് ഇന്ന് വൈകുന്നേരം ഇഫ്താർ വിരുന്ന് വരെ ഞാൻ അപ്പോഴേക്കും നമ്മുടെ ചങ്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ ഇഫ്താർ വിരുന്നിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങാൻ പുറത്തേക്ക്. ആദ്യത്തെ പരിപാടി കുറുക്കി സർബത്തിന് വേണ്ട ഫ്രൂട്ട്സ് വാങ്ങലാണ്. എല്ലാവരും നല്ല തിരക്കിലാണ് ഗൈസ്. അപ്പോൾ അതിന് വേണ്ട സ്പീക്കറും കാര്യങ്ങളും അറേഞ്ച്മെൻറ്റും ഒക്കെ ഞങ്ങൾ സെറ്റായിക്കൊണ്ടിരിക്കും. അതിലിടക്ക് സ്വന്തം മുഖം വെച്ച് ഫ്ലക്സ് അടിച്ച ഇവൻ്റെ പേരാണ് സിറാജ്. അങ്ങനെ നമ്മുടെ ഇഫ്താർ ഈവനിങ് ആയി ഗൈസ്. അപ്പോൾ നൈനൂസൊക്കെ തട്ടോട്ട് അതിലൂടെയൊക്കെ നടന്ന് അവിടെ കളിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഇഫ്താർ വിശേഷങ്ങൾ കാണാം. എല്ലാവരും നല്ല ആഘോഷത്തിലാണ്. ഒരുപാട് സംഭവങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ നമ്മൾ കഴിക്കാൻ പോകുന്നത് നോമ്പ് തർക്ക് വേണ്ട സ്നാക്സ് ആണ്. 2 തരം ജ്യൂസും സമൂസയും കട്ട്ലേറ്റും ഫ്രൂട്ട്സും അങ്ങനെ വേണ്ട എല്ലാ സംഭവങ്ങളും റെഡിയാണ്. അപ്പോഴേക്കും മൈലാഞ്ചി ഇടാൻ വേണ്ടി ഒരു ചേച്ചി വന്നിട്ടുണ്ട്. കുട്ടികളൊക്കെ മൈലാഞ്ചി ഇട്ട് കഴിയുമ്പോഴേക്കും നമ്മുടെ മട്ടാഞ്ചേരി കിച്ചൻ്റെ അടിപൊളി ബിരിയാണിയും സംഭവങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കാനുള്ള തിരക്കിലാണ്. അതെല്ലാം ബിരിയാണി ബീഫൊക്കെ കഴിച്ചിറങ്ങുമ്പോഴേക്കും നല്ല അടിപൊളി കുലുക്കി സർബത്തും നമ്മുടെ ഫലൂദ നഷിൻ്റെ നല്ല അടിപൊളി കിടിലും ഫലൂദ റെഡിയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇഫ്താറിന് വിശേഷം. ഇഫ്താറിൻ്റെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും നമ്മൾ അതേ വേദിയിൽ വെച്ചിട്ട് നമ്മൾ നിക്കൂസിൻ്റെ കേക്കും അങ്ങ് മുടിച്ചു. നിക്കൂസിൻ്റെ സെയിം ബർത്ത്ഡേ ആയ ദിവസം തന്നെ അമിതയുടെയും ബർത്ത്ഡേ ആയിരുന്നു. നന്മയിലെ സംഭവങ്ങളൊക്കെ നല്ല ഡെക്കറേറ്റ് ചെയ്തുകൊണ്ട് തന്നെ 2 പേരുടെയും ബർത്ത്ഡേ കേക്ക് കട്ടിങ് ആഘോഷങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് നടന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഗൈസ്. അപ്പോൾ നാളെ കാണാം. ബൈ ബൈ.